സർ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ബഡ്ജറ്റിൽ ഉണ്ടല്ലോ, ലാസ്റ്റ് ബഡ്ജറ്റ് 2024 ജൂലൈയിലെ സെക്കൻഡ് ബഡ്ജറ്റിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ജൂലൈ 23 മുമ്പ് വാങ്ങിച്ച പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് കൺസെപ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ 2001 നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ട് എന്ന് കരുതും. അപ്പൊ നമ്മളത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് പലിശ കിട്ടുമല്ലോ. ഇന്നത്തെ അതിന്റെ വില കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ വിലേനെ 2001 100 രൂപേനെ നമ്മൾ ഇന്നത്തെ വിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ 335 രൂപയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 365 രൂപയായിട്ടുണ്ടാവും. അതായത് ഇന്ന് നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പലിശ അടക്കം കിട്ടുള്ളൂ. അപ്പൊ പണ്ട് നമ്മൾ വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടീനെ ഇന്നത്തെ വിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്ക് കുറെ നാൾ മുമ്പ് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഇന്ന് നമ്മൾ വിൽക്കുന്നത് 50 ലക്ഷം രൂപയ്ക്കാണ്. അപ്പൊ നമ്മൾ ഈ 10 എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് കുറയ്ക്കുന്നത്, 50 കുറയ്ക്കുന്നത്, ഇതിനെ ഇൻഡെക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ഒരു വിലയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് നമുക്ക് 40 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 40 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 50 വിറ്റ് കിട്ടുന്ന പൈസ 50 നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് വരുന്നത് 20% ടാക്സ് റേറ്റ് വരുന്നത്.